കണ്ണൂർ വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വികസനത്തിന് സമ്മതിക്കാതെ സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. കേരളത്തിൽ വികസനം മുരടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാതിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവിധ മേഖലയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായി കേന്ദ്രം അംഗീകരിക്കുന്നില്ല. വയനാട് ദുരന്തമുണ്ടായിട്ട് 4.5 മാസം കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടും സഹായമുണ്ടായില്ലെന്ന് മാത്രമല്ല, ഹെലികോപ്റ്റർ വന്നതിന് 132 കോടി രൂപ അങ്ങോട്ട് കൊടുക്കാനാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെല്ലാം എടുത്ത് താലോലിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. എന്തൊരു സ്നേഹമായി പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം സഹായം തരാം. 4.5 മാസം കഴിഞ്ഞു, ഒരൊറ്റ പൈസ തന്നു. 4.5 മാസം നോക്കുമ്പോൾ മിനിഞ്ഞാന്നൊരു ഹെലികോപ്റ്റർ വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടുന്ന പൈസ 132 കോടി രൂപ അടിയന്തരമായിട്ട് അടക്കണം. ഇത് നമുക്ക് നയാപൈസ തന്നിട്ടുമില്ല. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് 132 കോടി രൂപയുടെ ബില്ല് വന്നിരിക്കുക. നമ്മൾ അടച്ചില്ലെങ്കിൽ അവർ തട്ടിക്കഴിക്കും. നമുക്ക് തരേണ്ടുന്ന ഗ്രാൻഡിൽ നിന്ന് അവർ കുറച്ചേ തീരുള്ളൂ. ഇപ്പോൾ കേരളത്തോടുള്ള ഒരു അവഗണനയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക, വിമാനത്താവളത്തിൽ ഹജ്ജ് ഹൌസ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തിയത്. വായാന്തോട് നിന്നും ആരംഭിച്ച മാർച്ച് വിമാനത്താവള കവാടത്തിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ MP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. P പുരുഷോത്തമൻ, CV ശശീന്ദ്രൻ, M രതീഷ്, NV ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.